ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നോമ്പിൻ്റെ 38-ാം ദിനം. നോമ്പുകാലം തിരിഞ്ഞുനോട്ടത്തിൻ്റെയും അനുതാപത്തിൻ്റെയും മടങ്ങിവരവിൻ്റെയും രൂപാന്തരത്തിൻ്റെയും ചേർത്തുപിടിക്കലിൻ്റെയും കാലമാണ്. ഇന്ന് സഭയായി നിശ്ചയിച്ചിരിക്കുന്ന ചിന്താവിഷയം ക്രിസ്തു അഭിഷിക്തൻ, ക്രൈസ്റ്റ് ദ അനോയിൻറ്റഡ് വൺ എന്നുള്ളതാണ്. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വായനാഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. 18-ാം വാക്യം കുറിവാക്യമായി വായിച്ചു കൊള്ളട്ടെ. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുക കൊണ്ട് അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ചരിത്രം ഉറങ്ങിക്കിടന്നിരുന്ന നസ്രത്ത് എന്ന കൊച്ചു ഗ്രാമത്തിൽ ഒരു സാധാരണ ശബത്ത് ദിവസം യേശു തൻ്റെ ദേവാലയത്തിലെ ആരാധനാമധ്യേ വായിച്ച വായനാഭാഗമാണ് ഇത്. മരപ്പണിയുടെ ആയുധങ്ങൾ മാറ്റിവെച്ച് ലോകത്തിൻ്റെ പാപവും വേദനയും കണ്ണുനീരും ചുമക്കാൻ തയ്യാറെടുക്കുന്ന സ്വർഗത്തിൻ്റെ അഭിഷിക്തൻ ആരാണെന്ന് ലോകത്തിനു മുമ്പിൽ ആദ്യമായി വെളിപ്പെടുത്തി കൊടുക്കുകയാണിവിടെ. കാലത്തെ രണ്ടായി പിളർന്ന ആ വലിയ പ്രഖ്യാപനമാണ് നാം കേട്ടത്. ക്രിസ്തു പ്രഖ്യാപിച്ച ആ വലിയ വിടുതലിൻ്റെ 3 പ്രധാനപ്പെട്ട തലങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി, ആന്തരികവും ആത്മീയവുമായ വിടുതൽ, ദി ഇന്നർ ആൻഡ് ദ സ്പിരിച്വൽ ഡെലിവറൻസ്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തു എന്നാണ് നാം ആദ്യ ഭാഗത്ത് കേട്ടത്. എന്താണ് ദാരിദ്ര്യം? ദാരിദ്ര്യം എന്നത് ഒരു സാമ്പത്തികാവസ്ഥ മാത്രമല്ല, മറിച്ച് ദൈവത്തെ അറിയാതെയുള്ള ഒരു മനുഷ്യൻ്റെ ആന്തരിക ശൂന്യതയാണ്. നമ്മുടെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവുകളിൽ, നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നാം ദരിദ്രരാണ്. നമ്മുടെ ജീവിതാനുഭവങ്ങളിലെ ദാരിദ്ര്യത്തെ നാം തിരിച്ചറിയുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ ദൗത്യത്തിൻ്റെ പങ്കുകാരായി. ക്രിസ്തുവിൻ്റെ അഭിഷേകം വരുന്നത് നമ്മുടെ ഹൃദയത്തിലെ ഇരുട്ടിനെ മാറ്റി അവിടെ ദൈവത്തിൻ്റെ വിടുതൽ പ്രഖ്യാപിക്കാനാണ്. രണ്ടാമതായി, സാമൂഹികവും ഭൗതികവുമായ വിടുതൽ, സോഷ്യൽ ആൻഡ് ഫിസിക്കൽ ഡെലിവറൻസ്. നാം ഇവിടെ വായിക്കുന്നു, കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതന്മാർക്ക് സ്വാതന്ത്ര്യവും നൽകുവാൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന്. ഇത് ക്രിസ്തുവിൻ്റെ ദൗത്യത്തിൻ്റെ സാമൂഹികമായ തലമാണ്. യേശു കർത്താവ് സുവിശേഷം പ്രസംഗിക്കുക മാത്രമല്ല, അന്ധർക്ക് കാഴ്ച നൽകി, കുഷ്ഠരോഗികളെ തൊട്ട് സൗഖ്യമാക്കി, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിച്ചു. സമൂഹത്തിലെ തകർന്നവരോടും രോഗികളോടുമുള്ള നമ്മുടെ കരുതലും സ്നേഹവുമാണ് ഈ വചനത്തിൻ്റെ നിവർത്തി. മൂന്നാമതായി, കാലികമായ വിടുതൽ, ദി ടെമ്പറൽ ഡെലിവറൻസ്. കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കുവാൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന് നാം കേട്ടു. യേശു ഇവിടെ പറയുന്നത് ഒരു സാമ്പത്തിക ജൂബിലിയെക്കുറിച്ചല്ല, മറിച്ച് മനുഷ്യവർഗത്തിനാകമാനമുള്ള നിത്യമായ ജൂബിലിയെക്കുറിച്ചാണ്. ഈ വിടുതലിൻ്റെ പ്രത്യേകത അത് ഇന്നും ലഭ്യമാണ് എന്നുള്ളതാണ്. 2000 വർഷം മുമ്പ് നടന്ന ആ സംഭവത്തെ ഓർക്കുക മാത്രമല്ല, അന്ന് നസ്രത്തിൽ ക്രിസ്തു പ്രഖ്യാപിച്ച അതേ വിടുതലും അതേ സൗഖ്യവും അതേ പാപമോചനവും ഇന്ന് ഈ നിമിഷത്തിൽ വിശ്വാസത്താൽ ലഭ്യമാണ് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തു കൊണ്ടുവന്ന ആത്മീയവും സാമൂഹികവും നിത്യവുമായ വിടുതൽ കേവലം പുസ്തകത്താളുകളിലെ ചരിത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ അനുഭവമായി മാറണം. അതിനായി ദൈവാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ.